ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിങ്കിൻ്റെ കാര്യമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല. ഈ ഒരു പോസ്റ്റർ ഞാൻ പൂവാറ് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഒരു പോസ്റ്റർ കുറേ ഭാഗത്ത് നമ്മുടെ തീരദേശ ഭാഗത്തും മേളിലായിട്ട് ഒരുപാട് സ്ഥലത്ത് ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട്. സംഭവം ഈ ഒരാള് എന്ന് വെച്ചാൽ ഈ ഒരു ഹാപ്പി ഹോളി ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു സൂംജി ഈ ഒരു നമ്പേഴ്സ് ഒക്കെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എവിടെയോ കണ്ടിട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 വർഷം മുമ്പേ ആണ് ഈ ഒരു വ്യക്തി വിസയുടെ കേസുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അവൻ്റെ ചെക്കും കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട്. ടോബിയാസ് വിൻസെൻ്റ് ആണ് ആ ഒരു വ്യക്തിയുടെ പേര്. അയാൾ ആദ്യം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാനും അയാൾ കോൺടാക്ട് ചെയ്തു. കാരണം നമ്മളൊരു 3.5 വർഷങ്ങൾക്ക് മുമ്പേ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു ജോലി ഇല്ലാതെ വെറുതെ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വ്യക്തിനെ പ്രോപ്പറായിട്ട് നമുക്ക് വിസ തരാമെന്ന് പറഞ്ഞ് ഇയാൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഇയാൾ പറഞ്ഞത്, ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത്, ടോബിയാസ് വിൻസെൻ്റ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞത്, ഞാൻ ആദ്യം ചോദിക്കുന്നത് എവിടെയുള്ളതാണ് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് വേളിയിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നു. 50,000 രൂപ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് ഇയാൾ വാങ്ങി. ഞാൻ പറഞ്ഞു വീട്ടിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ബിസിനസ് കാര്യങ്ങളായിട്ട് അയാൾ വീട്ടിൽ ചെയ്യില്ല, പുറത്ത് വെച്ച് ചെയ്തോൾ. വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഈ ഒരു 50,000 രൂപ ഇയാൾ അഡ്വാൻസ് ടോക്കണായിട്ട് വാങ്ങുന്നു. നമ്മളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പ്രോപ്പറായിട്ട് വിടും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് 50,000 രൂപയും ഞങ്ങൾ 2 പാസ്പോർട്ടും ആയിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇയാൾ വിസ റെഡിയായി അങ്ങനെയൊക്കെ കുറേ ഫേക്ക് പേപ്പർ തന്നിട്ട് നമ്മുടെ അടുത്തുനിന്ന് വലിയൊരു എമൗണ്ട്, ഞാൻ എമൗണ്ട് ഒന്നും പറയുന്നില്ല, വലിയൊരു എമൗണ്ട് ഇയാൾ വാങ്ങിച്ചു. ഒരു 3.5 വർഷം മുമ്പാണ്. എൻ്റെ ചെക്കും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസ് അവൻ പറയുന്ന വീഡിയോ സഹിതം, ഞാൻ കൊടുക്കുന്ന വീഡിയോ സഹിതമൊക്കെ എൻ്റെ ഫോണിലുണ്ട്. ഇത് കേസായിരുന്നാലും എന്തായിരുന്നാലും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. കാരണം A to Z എൻ്റെ കയ്യിലുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ ഏജൻറ്റുമായിട്ട് ആരും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പോലീസ് കേസായിരുന്നാലും ഏത് ന്യൂസ് കേസായിരുന്നാലും പ്രത്യേകിച്ച് നമ്മളൊരു പിന്നെ കോസ്റ്റൽ ഏരിയ ആണ്, തീരദേശ പ്രദേശമാണ്. ആരെന്ത് കണ്ടാലും നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യും. പക്ഷേ ഇവൻ സംസാരിച്ച് വീഴ്ത്താനായിട്ട് നല്ല പറ്റിയ വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഒന്നും അറിയത്തില്ലെങ്കിലും ഭയങ്കര രാജാവാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് വീഴ്ത്തും. അവനവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് നീ കാശ്, നല്ലൊരു എമൗണ്ട് തന്നെയാണ് അവൻ വാങ്ങിയത്. ഞാൻ കാശിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. നല്ലൊരു എമൗണ്ട് തന്നെയാണ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതിൻ്റെ വീഡിയോ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. കുറച്ച് എമൗണ്ട് നമ്മൾ അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇയാളെ തപ്പി നടക്കുവാണ്. ഫോൺ ചെയ്താൽ എടുക്കത്തില്ല. ഓരോ കാര്യം പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ്. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്തു, വേളിയിൽ പോയി. നമ്മൾ പൂവാർ പുതിയതുറയാണ് നമ്മൾ താമസിക്കുന്നത്. വേളിയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇയാളെ തിരക്കി പോയതിന് ശേഷം പിന്നെ വേലി ഫുള്ള് ഇയാളെ റൗണ്ട് ചെയ്ത് കറങ്ങിയതിന് ശേഷം ഇയാൾ വേലിക്കാരനല്ല. അങ്ങനെ പള്ളിയിൽ പോയി ഇടപെട്ടു. പള്ളിയിലും പറയുന്നു ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഇല്ല. പിന്നെ പള്ളിയിൽ ഒരു ചേട്ടനാണ് പറഞ്ഞത് ഇയാൾ വല്യതുറ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇയാൾ ഇവിടെ ഉള്ളതായിരുന്നു, കല്യാണം കഴിച്ച് വല്യതുറ താമസിക്കുകയാണെന്ന് പറഞ്ഞു. വല്യതുറ ഞാൻ ചെന്ന് അന്വേഷിച്ചു. അതിനുശേഷം OLG ഞാൻ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തിട്ട് OLG ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ ഞാൻ കണ്ടെത്തി. OLG എൻ്റെ ചേച്ചിയുടെ, സത്യം പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വീടിൻ്റെ ബാക്കിലായിരുന്നു അയാളെ വീട്. എന്നെ അയാൾക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി മെഡോണ എന്ന് പറയുന്ന ആ വ്യക്തിനെ അയാൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് അയാൾ കള്ളം പറഞ്ഞിട്ടാണ് വേലിക്കാരൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളെയും മേ ബി എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ടോക്കനായിട്ട് 50,000 രൂപയാണ് വാങ്ങിയത്. വിസ റെഡിയാന്ന് പറഞ്ഞിട്ട് കുറച്ച് കള്ള പേപ്പേഴ്സ് തന്നിട്ടാണ് നമ്മളെ ഇത്ര എമൗണ്ട് പറ്റിക്കപ്പെടുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം വല്യതുറ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസൊക്കെ ഓൾറെഡി അവിടെ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫയൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ബേക്കിൽ നിന്ന് ഞാൻ പോയില്ല. ഒരു എന്ന് വെച്ചാൽ പോലീസുകാർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ താലിമാല പണയം വെച്ചിട്ടാണ് ഈ ഒരു തുക അയാൾക്ക് റെഡിയായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ആ സാറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു പോലീസുകാർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമുക്കൊരു ചെറിയ തുക എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ചെക്കുമായിട്ടാണ് തന്നത്. ചെറിയ തുക അവൻ തന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ്, ഒരു 7 ദിവസത്തിനുള്ളിൽ ഈ ഒരു എമൗണ്ട് തന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് നമ്മുടെ അടുത്ത് വാങ്ങിച്ചു തന്നു. ബാക്കി അവൻ്റെ ചെക്കും കാര്യങ്ങളും എൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പേഴ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഇത്ര വർഷം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കോസ്റ്റൽ ഏരിയ ആണ്, ആരും ഈ ഒരു കേസിൽ പറ്റിക്കപ്പെടരുത്. അവൻ്റെ FB പ്രൊഫൈൽ സഹിതം അവൻ്റെ ഫോട്ടോ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുവാണ്. കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഒരു
അവൻ എന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ബ്ലോക്ക് ചെയ്താൽ വച്ചിരിക്കുന്നത്. അവൻ്റെ പ്രൊഫൈലും കൂടെ ഇടാം. അവൻ്റെ പേര് തൊബിയാസ് വിൻസെൻ്റ് ആണ്, OLG നഗറിലുള്ളതാണ്. അവൻ്റെ വിസയിൽ ഏതെങ്കിലും ഒരാൾ പോയെന്നറിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഫ്രോഡെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫ്രോഡിനെ ഞാൻ ഈ ലോകത്ത് എന്ന് വെച്ചാൽ ഇത്ര വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഡേറ്റും കൂടെ ഉണ്ട്. ഞാൻ എമൗണ്ട് കാണിച്ചിരുന്നില്ല, നല്ലൊരു വലിയ എമൗണ്ടാണ്. ഏത് കേസ് വന്നാലും അവയിപ്പോൾ എന്ത് കേസ് കൊടുത്താലും അതിനെതിരായിട്ട് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വീഡിയോ, അവൻ വാങ്ങിച്ച വീഡിയോ, നമ്മുടെ അടുത്ത് ഞാൻ അയച്ച ട്രാൻസാക്ഷൻ എല്ലാ പ്രൂഫ് എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ലോക ഫ്രോഡാണ് നമ്മുടെ ഇത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത്. ഞാൻ പറ്റിക്കപ്പെട്ടു, അതുപോലെ ആരും നമ്മുടെ കോസ്റ്റൽ ഏരിയക്കാർ പറ്റിക്കപ്പെടരുത്. ഒന്നാമത് +2 ഒക്കെ കഴിഞ്ഞ ടൈമാണ്. ഒരുപാട് പേര് ചിലപ്പോൾ ഇങ്ങനെ പിന്നെ കുട്ടികളുമായിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പിന്നെ നിങ്ങളുടെ ജീവിതം അവസാനിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഇതാണ് തൊബിയാസ് വിൻസെൻറ്റിൻ്റെ പ്രൊഫൈൽ. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു ചെക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവൻ പറയുന്ന ഡേറ്റിനെല്ലാം ഞാൻ ബാങ്കിൽ ചെന്ന് ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ ചെക്ക് കേസ് കൊടുക്കാനായിട്ട് എനിക്ക് പിറകെ ഇതിലോട്ട് നടക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പോവാത്തത്. 1 രൂപ പോലും എനിക്ക് തന്നിട്ടില്ല. ഇപ്പോഴും ആ ചെക്ക് എൻ്റെ അടുത്ത് അവൻ സൈൻ ചെയ്ത് തന്ന, പോലീസ് സ്റ്റേഷനിൽ വെച്ച് സൈൻ ചെയ്ത് തന്ന ചെക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുമുണ്ട്. പൂവാറ് മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള സ്ഥലത്താണ് കോസ്റ്റൽ ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത്. കുട്ടികളെ ആയിരുന്നാലും ഈ മാരേജ് കഴിഞ്ഞ ആൾക്കാരെ ആയിരുന്നാലും വിസ കേസിന് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ലൊക്കാലിറ്റിപ്പെട്ട ആളുകളാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് പറ്റിക്കപ്പെടാം. എന്നുവെച്ചാൽ കേസും കാര്യങ്ങളായിട്ട് നമ്മൾ പോകില്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഞാനും കേസായിട്ട് പോയി ഒരുപാട് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ കേസിന് പോകാത്തത്. ഞാൻ 2 തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. വലിയതുറ പോലീസ് സ്റ്റേഷനിലും കാണും. എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിനെ ആരും കോണ്ടാക്ട് ചെയ്താൽ പോയി. ചെക്കും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു തൊബിയാസ് എന്ന് പറയുന്ന ഒരു പേപ്പർ വർക്ക് ചെയ്തിട്ട് ആരെങ്കിലും പോയെന്നറിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പബ്ലിക്കായിട്ട്, ഞാൻ ഇപ്പോൾ പബ്ലിക്കായിട്ടാണ് ഇടുന്നത്, പബ്ലിക്കായിട്ട് ഞാൻ മാപ്പ് പറയാനും തയ്യാറാണ്. പക്ഷേ ഈ ഒരു കേസിൽ ആരും പറ്റിക്കപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധം ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇത് പ്രത്യേകിച്ച് വലിയ തുറക്കാർ ഫുള്ള് ഷെയർ ചെയ്യണം. എല്ലാവരെയും ഇത് അറിയിക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രോഡ് ചെയ്യുന്നത് എല്ലാവരെയും അറിയിക്കണം. 3.5 വർഷമായിട്ട് അതിൻ്റെ വേദനയൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സങ്കടമാണ് വന്നത്. അവ ഇനിയുള്ളവർ പറ്റിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ 3.5 വർഷമായിട്ട് അവ ഉണ്ടോ ഇല്ലയെന്ന് പോലും ഞാൻ കുറേ തവണ ഞാനും എൻ്റെ മോനുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവനെ തിരക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ എനിക്ക് കിട്ടിയില്ല, കണ്ടെത്താനായിട്ട് പറ്റിയില്ല. അതിനുശേഷമാണ് 3.5 വർഷം ഇനി അവർ വലിയൊരു സ്കാം കൊണ്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയക്കാർ ശ്രദ്ധിക്കുക. ഈ ഒരു വിസ കേസുമായിട്ട് നിങ്ങളാരും കോണ്ടാക്ട് ചെയ്യുകയും പോവുകയും ചെയ്യരുത്.